അങ്ങനെ നമ്മുടെ എമ്പുരാൻ്റെ റിലീസ് ഡേറ്റ് ലോക്കായിരിക്കുകയാണ്. എമ്പുരാൻ്റെ ഷൂട്ടിംഗ് മലമ്പുഴയിൽ വെച്ച് ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പൃഥ്വി തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഒരു ഗംഭീര ചിത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. നമ്മുടെ ലൂസിഫറിൻ്റെ ഒരു ഇലുമിനാറ്റി വേർഷൻ്റെ അങ്ങേത്തലയായിരിക്കും ഈ എമ്പുരാൻ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയമില്ല. സർപ്രൈസിങ് ആയ ഒരുപാട് എലമെൻറ്റുകൾ ഉൾക്കൊള്ളിച്ചാണ് എമ്പുരാൻ പൃഥ്വി അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ പറയാം. കാരണം അത്രക്കും സർപ്രൈസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ എമ്പുരാൻ്റെ ഈ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ള പൃഥ്വിയുടെ പോസ്റ്റും ലാലേട്ടൻ്റെ പോസ്റ്റും ഒക്കെ വന്നതിന് ശേഷം, ഇന്ന് ഷൂട്ടിംഗ് അവസാനിച്ച് അതിനുശേഷമുള്ള ഈ പോസ്റ്റൊക്കെ വന്നതിന് ശേഷം തന്നെ അതിൽ നമ്മുടെ ഹോളിവുഡ് താരം കാരോലിൻ കോസിയോൾ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതായത് ആ പോസ്റ്റർ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ പോസ്റ്ററിൽ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥയെ കാണിക്കുന്നുണ്ട്. ഒരു ലോങ് ഷോട്ടിൽ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥയുടെ പോസ്റ്ററാണ് വന്നിട്ടുള്ളത്, തോക്ക് പിടിച്ചിട്ടുള്ളത്. അത് കാരോലിൻ കോസിയോൾ ആണെന്നുള്ളത് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി കണ്ടെത്തിയതോടുകൂടി, അത് അവരെ മെൻഷൻ ചെയ്ത് പോസ്റ്റോടുകൂടി അദ്ദേഹം പോസ്റ്റ് ചെയ്ത്, ഒരു അശ്വിൻ എന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റ് ചെയ്തതിന് ശേഷം അവരെ ഈ അശ്വിനെ റീട്വീറ്റ് ചെയ്തുകൊണ്ട് റീഷെയർ ചെയ്തുകൊണ്ട് കാരോലിൻ തന്നെ ഇൻ സിനിമാസ് 2025 എന്ന് പോസ്റ്റ് ചെയ്തതോടുകൂടി ഈ ചിത്രം നമ്മുടെ മലയാളത്തിൽ നിന്ന് വന്നിട്ട് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ വേൾഡ് വൈഡ് ഒരു അപ്രിസിയേഷൻ കിട്ടുന്ന തരത്തിലാണ്. ഒരുപാട് സർപ്രൈസുകൾ ഉൾക്കൊള്ളിച്ചൊരു ചിത്രമാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മുടെ കാരോലിൻ കോസിയോൾ, അതുപോലെ തന്നെ നമ്മുടെ കൊറിയൻ മോഹൻലാൽ എന്നൊക്കെ പറയുന്ന ഡോങ് സൂക്ക്, അങ്ങനെ ഒട്ടനവധി സർപ്രൈസുകളാണ് ലാലേട്ടൻ്റെ പൃഥ്വി ഡയറക്റ്റ് ചെയ്യുന്ന എമ്പുരാനിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ലൈക്ക മലയാളത്തിലേക്ക് പ്രൊഡക്ഷനുമായിട്ട് വരുന്നൊരു ചിത്രം, കൂടെ ആൻ്റണി പെരുമ്പാവൂറിൻ്റെ ആശീർവാദ് സിനിമാസും, അങ്ങനെ ഒരുപാട് സർപ്രൈസുകൾ എലമെൻറ്റ്സ് ഉൾക്കൊള്ളിച്ചുകൊള്ള ഗംഭീര ഇലുമിനാറ്റി തിരക്കഥയുമായിട്ട് മുരളി ഗോപി, ബ്രില്യൻ ഡയറക്ഷനുമായി പൃഥ്വി, കാരോലിൻ കോസിയോൾ, ഡോങ് സൂക്ക്, അങ്ങനെ പ്രധാനപ്പെട്ട വിദേശ താരങ്ങളടക്കം അങ്ങനെ ഒരുപാട് സർപ്രൈസ് എലമെൻറ്റുകളോടുകൂടി വരുന്ന ഈ എമ്പുരാൻ എന്ന ചിത്രം മാർച്ച് 27 റെക്കോർഡുകൾ തൂത്തുവാരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള റെക്കോർഡുകൾ തൂത്തുവാരാനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മലയാളത്തിൽ നിന്ന് ഏറ്റവും മികച്ചൊരു ചിത്രമായിട്ട് ഈ ചിത്രം മാറട്ടെ.